ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിനാമകീർത്തനം. കാലദേശങ്ങൾക്ക് അതീതനായ പരമാത്മാവ് എങ്ങനെയാണ് നമ്മുടെ മുന്നിൽ കാണുന്ന ഈ പ്രപഞ്ചം സൃഷ്ടിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് 57-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ലക്ഷം പ്രകാരമൊടു സൃഷ്ടിപ്പതിന്നുമതു രക്ഷിപ്പതിന്നുമതു ശിക്ഷിപ്പതിന്നുമിഹ വിക്ഷേപം ആവരണം ഈ രണ്ടു ശക്തികൾ അതിങ്കേനുദിച്ചതുകൾ നാരായണായ നമ. ലക്ഷം പ്രകാരമൊടു സൃഷ്ടിപ്പതിന് സംഖ്യ നിർണയിക്കാൻ പറ്റാത്ത വിധം ഭൂതരാശികളെ സൃഷ്ടിക്കുന്നതിന്, അതു രക്ഷിപ്പതിന് സൃഷ്ടിച്ചവയെ കുറേ കാലം നിലനിർത്തുന്നതിന്, അതു ശിക്ഷിപ്പതിനും സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും ചെയ്തവയെ ശിക്ഷിക്കുന്നതിന് എന്ന് പറഞ്ഞാൽ ഇല്ലാതാക്കുന്നതിന്, വിക്ഷേപം ആവരണം ഈ രണ്ടു ശക്തികൾ, വിക്ഷേപമെന്നും ആവരണമെന്നുമുള്ള പേരിൽ അറിയപ്പെടുന്ന രണ്ടു ശക്തികൾ അതിങ്കേനുദിച്ചതുകൾ ആ ഈശ്വരനിൽ നിന്ന്, ആ പരമാത്മാവിൽ നിന്ന് ഉണ്ടായവയാണ്. നാരായണ നമസ്കാരം. അളക്കാൻ പറ്റാത്ത ബോധസ്വരൂപമാണ് പരമാത്മാവ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ സാധ്യമല്ല. അങ്ങനെയുള്ള ആ പരമാത്മാവിൽ പ്രപഞ്ചനാമരൂപങ്ങളെ ഉണ്ടാക്കി കാണിക്കുന്ന പരമാത്മാവിൻ്റെ തന്നെ ശക്തിസ്വരൂപമാണ് മായ. അളക്കാൻ കഴിയാത്തതിനെ അളന്നു കാണിക്കുന്നതാണ് മായ. ഈ പ്രപഞ്ചത്തിൽ കൃത്യസമയമുണ്ട്, കാലമുണ്ട് എന്നെല്ലാം അളന്നു തിട്ടപ്പെടുത്തി കാണിക്കുന്നതാണ് മായ. ഈ മായ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? മായയ്ക്ക് 3 ശക്തികളാണുള്ളത്. സാത്വിക കാര്യമായ ജ്ഞാനശക്തി, അതാണ് മോക്ഷത്തിന് കാരണമാകുന്നത്. രജോ ഗുണകാര്യമായ വിക്ഷേപശക്തിയും തമോ ഗുണകാര്യമായ ആവരണശക്തിയുമാണ് ബന്ധങ്ങൾക്ക് കാരണമാകുന്നതും സർവഭൂതങ്ങളെയും സംസാരചക്രത്തിലിട്ട് വട്ടം ചുറ്റിക്കുന്നതും. ആദ്യം പ്രവർത്തിക്കുന്നത് ആവരണശക്തിയാണ്. അത് സത്യവസ്തുവായ ബ്രഹ്മത്തെ മറയ്ക്കുന്നു. ഈ സത്യവസ്തുവിനെ ആവരണം ചെയ്തുകൊണ്ട് നമുക്ക് മുന്നിൽ പ്രപഞ്ചത്തെ ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്നു. പ്രപഞ്ചത്തെ ചലിപ്പിക്കുന്ന ശക്തിയെ ഈ മായ മറച്ചു കളയുന്നു. ഇതാണ് ആദ്യത്തെ പ്രവൃത്തി. അതാണ് ആവരണ ശക്തി. മറയ്ക്കുക മാത്രമല്ല, യഥാർത്ഥത്തിൽ ഇല്ലാത്ത പ്രപഞ്ച വസ്തുക്കളെ ഉണ്ടാക്കി കാണിക്കുന്നു. അതാണ് വിക്ഷേപശക്തി. ഇതൊരു ഇന്ദ്രജാല പ്രകടനം പോലെയാണ്. ജാലവിദ്യക്കാരൻ തൻ്റെ കൈയടക്കം കൊണ്ട് പ്രേക്ഷകരുടെ കണ്ണിനെ മറയ്ക്കുകയാണ്. അതാണ് കൺകെട്ട് വിദ്യ എന്നൊക്കെ പറയുന്നത്. അവിടെയും യഥാർത്ഥത്തിലുള്ള വസ്തുവിനെ ആദ്യം മറയ്ക്കുകയാണ്. അത് ആവരണം. എന്നിട്ട് ഇല്ലാത്ത ഒന്നിനെ ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്നു. അത് വിക്ഷേപം. മറ്റൊരു ഉദാഹരണം പറയുന്നത് കയറ് കിടക്കുന്നത് കണ്ട് പാമ്പ് എന്ന് തോന്നുന്നത് പോലെയാണെന്നാണ്. കയറിനെ മറയ്ക്കുന്നത് ആവരണം, അത് പാമ്പായിട്ട് തോന്നുന്നത് വിക്ഷേപം. ഇങ്ങനെ കോടിക്കണക്കിന് ഭൂതങ്ങളെ സൃഷ്ടിക്കുകയും സൃഷ്ടിച്ചവയെ പരിപാലിക്കുകയും അവസാനം തന്നിലേക്ക് തന്നെ ലയിപ്പിക്കുകയും ചെയ്യാൻ തൻ്റെ തന്നെ ശക്തിയായ മായയുടെ ആവരണ വിക്ഷേപം ഈ 2 ശക്തികൾ കൊണ്ടാണല്ലോ ഭഗവാനെ. നാരായണ അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം. ലക്ഷം പ്രകാരമൊടു സൃഷ്ടിപ്പതിന്നുമതു രക്ഷിപ്പതിന്നുമതു ശിക്ഷിപ്പതിന്നുമിഹ വിക്ഷേപമാവരണമീ രണ്ടു ശക്തികൾ അതിങ്കേനുദിച്ചതുകൾ നാരായണായ നമഃ.